ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പേപ്പർ വെച്ചിട്ട് ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് മതി നമുക്കിതൊന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Be the best thing in your life. Maybe let's take a drive. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള A4 സൈസിൻ്റെ കളർ പേപ്പേഴ്സാണ്. നമുക്ക് സാധാ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്റ്റോഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാമെന്നുള്ളൂ. ഇതിന് പകരം നിൽക്കുകയാണെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു A4 സൈസിലുള്ള ഷീറ്റ് മതി. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫെവിക്കോളാണ്, പിന്നെ ഒരു സിസറുമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുമല്ലോ സ്ക്വയർ ആയിട്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടണം, എന്നാലാണ് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ, ഇതുപോലെ തന്നെ ഏകദേശം കറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 സൈഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, 2 സൈഡ് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇപ്പോൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വേണം നമ്മൾ സെൻറ്ററിൽ നിന്നും കൂടി ഒരു ഫോൾഡ് ചെയ്യണം. ഈ സെൻറ്ററിൽ നിന്ന് എന്തിനാ ഫോൾഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയല്ലോ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ട്രയാങ്കിൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കർവ് ഷേപ്പിലാണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് കർവിൽ നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. പിന്നെ നമ്മളത് ഇപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓരോന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുമ്പോഴും കറക്റ്റൊന്നും ആവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ. ഇതിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു കർവ് വന്നിട്ടില്ല അവിടെ. ഇനി ലാസ്റ്റായിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഈ കിടക്കുന്ന പാർട്ട് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് ആ ഫ്രണ്ടിലേക്ക് ബാക്കിൽ കൂടി എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ആവുള്ളൂ അവിടെ. ഇപ്പോൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും. എന്നിട്ടൊരു 30 സെക്കൻഡ് നമുക്കൊന്നിങ്ങനെ പിടിക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് സ്റ്റിക്കാവും, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 30 സെക്കൻഡോളം നമുക്ക് അങ്ങനെ ഒന്ന് പിടിക്കാം. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ, സ്മോൾ ആൻഡ് ക്യൂട്ട് ബട്ടർഫ്ലൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതുപോലെ പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.